നീ ഇവിടെ കുത്തിരിക്കാണോ? നീ സ്കൂൾക്കൊന്നും പോരുന്നില്ലേ? ആ ഇതാരെ പാത്തോ? പാത്തോ, നീ നേരത്തെ തന്നെ എത്തിയല്ലെന്ന്. പിന്നല്ല, നീ സ്കൂൾ തുറക്കല്ലേ, നിനക്ക് പിന്നെ പണ്ടേ ഒരു ബോധമില്ലല്ലോ. ആടി, സ്കൂൾ തുറക്കന്നെ. ഞാൻ അതിന്റെ എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കായിരുന്നു ഓരോന്ന്. എന്ത് എന്തൊക്കെയാ നീ ആലോചിക്കുന്നേ? എനിക്കും കൂടി പറഞ്ഞതാ, എന്നാ ഞാനും ആലോചിക്കത്തെ കുറച്ചു നേരം. അല്ലടി, കഴിഞ്ഞ വർഷമൊക്കെ എത്ര വേഗം കഴിഞ്ഞു പോയിന്ന് ആലോചിച്ചതാ. നീ ആലോചിച്ചതൊക്കെ മതി. നീ ഇപ്പൊ റെഡി ആയിട്ടാണ് നിൽക്കുന്നേ? നീ നിന്റെ ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ടാ? ഇനി നീ നിന്ന് ആലോചിച്ചാല് സ്കൂൾക്ക് പോകാൻ നേരം വെക്കും. അതുകൊണ്ട് നീ പെട്ടെന്ന് വാ. എടി കുഞ്ഞാമിനെയും ദേവുട്ടിനെയും കാണാൻ പൂതിയാവുന്നെടി. എനിക്കും അത് നല്ലോണം ഉണ്ട്. അതുകൊണ്ടല്ലേ നിന്നോട് വേഗം പോരാൻ പറഞ്ഞേ. 2 മാസത്തോളം സ്കൂളിൽ പോയിട്ട് ഇത്രയും കാലമായിട്ട് അവളെ ഫോണിൽ വിളിക്കല്ലാതെ നേരിട്ടൊന്നും പോയി കണ്ടിട്ടില്ല. അതിന്റെ സങ്കടം നല്ലോണം ഉണ്ട്. അതെ അതെ, എനിക്കും. എങ്കിൽ നീ ഒന്നും നോക്കാതെ വേഗം വാടി, മാറ്റിങ്ങാട് വാ. ദേതാ വന്നു. ഓ, നിന്നെന്നാ വീട്ടിൽ നിന്ന് ഇറക്കി കിട്ടിയപ്പത്തിന് ഞാൻ കൊയങ്ങി. അച്ഛന്റെ പാത്തോ, ഇതിന്റെ ചങ്കല്ലേ, ഇങ്ങനെ കൊയങ്ങാലോ? ചങ്കൊക്കെ തന്നെയാണ്, പക്ഷേ ചങ്കിന് കുറച്ച് ഉത്തരവാദിത്തമൊക്കെ വേണം. എത്ര നാളായി നമ്മളെ മറ്റു ചങ്കളെ കണ്ടിട്ട്. അവിടെ കാണുന്ന നിനക്ക് ബോധമൊന്നുമില്ലേ? ഞാനാണെങ്കിൽ ഇന്നലെ രാത്രി ഒരു പോളെ കണ്ണടിച്ചിട്ടില്ല. അതെന്ത് പറ്റി? നിന്റെ കണ്ണിലേക്ക് എന്തെങ്കിലും പോയോ? ഒന്ന് പോടി, ഇന്നത്തെ ആലോചിച്ചിട്ട് എനിക്ക് ഉറക്കം വന്നില്ല എന്നാ പറഞ്ഞേ. ഓഹോ, അതാണല്ലേ. ഞാൻ കരുതി നിന്റെ കണ്ണിലേക്ക് വല്ല പാറ്റയോ പൈതാരയോ പോയെന്ന്. ആ, വലിയ തമാശ. എടി, ബസ്സൊന്നും കാണാനില്ലല്ലോ. എന്താ, ഇന്ന് സ്കൂളില്ലേ? സ്കൂളൊക്കെ ഉണ്ട്. നമ്മൾ രണ്ടാളും വൈകി പോയാന്നാ എന്റെ സംശയം. ഏയ്, വൈകിട്ടൊന്നുമില്ലടി, നമ്മൾ എന്നും എത്ര സമയം തന്നെ ആയിട്ടുള്ളൂ. ആ, അതിന്റെ റബ്ബേ, ആരപ്പത്? ആ, നിന്നെ പറ്റി ഞാൻ ആലോചിച്ചിരുന്നു കുറച്ചു മുമ്പ്. ദേ, ഇവളെ വീട്ടിൽ പോകുന്നതിന് തൊട്ട് മുമ്പ്. ആരാത്? ഓ, അപ്പൂസോ? എന്റെ എടി, നിനക്ക് എന്നെ തീരെ മിസ് ചെയ്തിരുന്നില്ല. ഞാനൊരു സത്യം പറയട്ടെ, ഒട്ടും മിസ് ചെയ്തിരുന്നില്ല. എനിക്ക് ആകെ മിസ് ചെയ്തത് എന്റെ ഫ്രണ്ട്സാളെ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താ ചിന്നു, ഞാൻ നിന്റെ ഫ്രണ്ട് അല്ലേ? നീ എന്റെ ഫ്രണ്ടൊക്കെ തന്നെയാണ്. പക്ഷേ നിനക്ക് എന്നോടുള്ള അപ്രോച്ച് എന്തോ ഒരു വശപ്പിശക്ക് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇടക്കൊക്കെ. അത് നിന്റെ തോന്നൽ മാത്രമല്ല, എനിക്കും തോന്നിയിട്ടുണ്ട്. നിന്നോട് മാത്രം അവനക്ക് എന്തോ ഒരു കൊഞ്ചൽ കുറച്ച് കൂടുതലാ. ഞങ്ങളോടൊക്കെ നിൽക്കുമ്പോൾ അവൻ പുലിക്കുട്ടിയായിരിക്കും, പക്ഷെ നിന്റെ അടുത്ത് എത്തുമ്പോഴോ അവൻ പൂച്ചക്കുട്ടിയായി മാറും. അതെന്താന്ന് ഞാൻ അവനോട് പല തവണയായി ഞാൻ ചോദിക്കുന്നു. അവൻ ഇതുവരെ എനിക്ക് റിപ്ലൈ തന്നിട്ടില്ല. അത് പ്രത്യേകിച്ച് റിപ്ലൈ തരാനൊന്നുമില്ല. എനിക്ക് ഈ ചിന്നുക്കുട്ടിയെ ഭയങ്കര ഇഷ്ടം, അതെന്നെ കാര്യം. ഓഹോ, അങ്ങനെയാണോ? എങ്കിൽ കേട്ടോ, എനിക്കിഷ്ടല്ല. എന്റെ ചിന്നുകുട്ടി, ഒറ്റയടിക്ക് തന്നെ നീ ഇങ്ങനൊന്നും പറയല്ലേ. എന്റെ ചങ്ക് തകർന്നു പോവടി. ഓ, അങ്ങനെ തകർന്നു പോകാൻ പറ്റുന്ന ചങ്കാണെങ്കിൽ ഞങ്ങൾ തകർന്നു പോട്ടെ. എടി, എന്നെ നീ ഇത്ര ചെറുപ്പത്തിൽ നിരാശകാമുകനാക്കുവാണോ? എടാ അപ്പൂസേ, നിനക്ക് പറ്റിയ പെണ്ണ് ഞാനല്ല. നീ വേറെ ഏതെങ്കിലും പെൺപിള്ളേരെ പോയി നോക്ക്. അങ്ങനെ പറ്റില്ലടി, എനിക്ക് നിന്നേ പറ്റുള്ളൂ. നിന്നെ എനിക്ക് അത്രയും ഇഷ്ടടി. ഓഹോ, എങ്കിൽ ഞാൻ വളർന്നു വലുതാന്ന് വരെ നീ വെയിറ്റ് ചെയ്യ്, അല്ലെങ്കിൽ കാത്തിരിക്ക്. അത് എനിക്ക് പറ്റുമോ? പിന്നെ പറ്റാതെ ഒരുപാട് തവണ പറ്റും. ഒന്ന് പോടാ, ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞതാ. നീ അത് വിട്ടേ. അപ്പൊ ഈ നടക്ക് പോകുന്ന ലക്ഷണവും കാണുന്നില്ല. വെയിറ്റ് ചെയ്യാം, സമയമുണ്ടല്ലോ. ഇവളെ ഞാൻ വളച്ചിരിക്കും, വളച്ച് വളച്ച് കുപ്പിയിലാക്കും. എന്ത്, നീ എന്തെങ്കിലും പറഞ്ഞോ? ഏയ്, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ വെറുതെ ഓരോ കാര്യം ആലോചിച്ച് സങ്കടപ്പെട്ടു പോയതാ. നിങ്ങൾ രണ്ടാളും യുദ്ധം വെട്ടിയത് മതിയാക്കി. ഇനി നമുക്ക് ബസ് വരുന്നുണ്ടോ നോക്കാം. ഒരു ബസ്സാണെങ്കിൽ ഇന്ന് കാണുന്നില്ലല്ലോ. ദൈവമേ. എടി, ഇന്ന് വല്ല ഹർത്താലും ബസ് വരെ ഉണ്ടോ? ഏയ്, അതൊന്നും ഞാൻ കേട്ടിട്ടില്ല. ന്യൂസ് ചാനലും കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ ഹർത്താലും ബസ് വരൊക്കെ ഉണ്ടാവും? അല്ല, പിന്നെന്താ ഒരു ബസ്സും കാണാത്തെ? ഇതാ ഒരു ബസ് വരുന്നു. ആ, വരുന്നുണ്ട്. അതിൽ തന്നെ കയറാം. ആ, കേറിക്കൂടി, വേഗം കയറിക്കോ. ഹാവോ, എന്റെ ദൈവമേ, മിസ് വന്നില്ല. അതിനു മുമ്പ് ക്ലാസ്സിലെത്തിയല്ലോ, സമാധാനം. അല്ല, ഈ ദേവുട്ടിയും കുഞ്ഞാമിനും എവിടെ പോയി കിടക്കുക? അവരിതുവരെ എത്തിയില്ലേ? അതെ, അവരെന്താ ഇതുവരെ എത്താത്ത്? ഞാൻ കരുതിയത് നമ്മളാ വൈകിയതെന്നാ. എത്ര കാലമൊന്ന് കണ്ടിട്ട്. മിസ് വരുന്നതിന് മുമ്പ് ഒന്ന് വന്നാ മതിയായിരുന്നു. എന്നാലേ കുറച്ച് സംസാരിക്കാനൊക്കെ സമയം കിട്ടുള്ളൂ. അവരിപ്പോ എത്തുന്നേ, നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഹായ് ദേടി പാത്തു, നോക്കേ, നമ്മുടെ 2 ചങ്കളെ എത്തിട്ടാ. ഹായിന്റെ മക്കളെ, നിങ്ങൾ ഇത്ര നേരത്തെ എത്തിക്കഴിഞ്ഞോ? പിന്നല്ല, നിങ്ങൾ രണ്ടാളും കണ്ട പൂതിയിൽ ഞങ്ങൾ പാഞ്ഞിങ്ങോട്ട് എത്തായിരുന്നു. ഒലക്കാണ്. ഇവളെ വീട്ടിൽ ചെന്ന് ഞാൻ ഇവിടെ ഇങ്ങോട്ട് പൊക്കിയെടുത്തോണ്ട് പോന്നതാ. അവളെ കാണാതെ അവളെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോ അവൾ ദിവാസ്വപ്നം കണ്ടിരിക്കുക അവിടെ. വേഗം പോരെന്ന് പറഞ്ഞ് വലിച്ചു പിടിച്ചോണ്ട് കൊണ്ടുവന്നതാ. എന്റെ ചിന്നു, നിന്റെ പഴയ സ്വഭാവം ഇപ്പൊ മാറ്റാനായില്ലേ? എന്ത്? അല്ല, പകൽ സമയത്ത് ഇന്ന് ദിവാസ്വപ്നം കാണുന്ന സ്വഭാവേ. ഒന്ന് പോടി, ഞാൻ ദിവാസ്വപ്നം ഒന്നും കണ്ടിട്ടില്ല. ഞാൻ നിങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ച് ചിരിക്കായിരുന്നു. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലെ ഓരോ കുസൃതിയാളും വികൃതിയാളൊക്കെ. ഓഹോ, അതാലോചിച്ചിരിക്കായിരുന്നോ? അല്ല പൂസേ, നീ എന്താ മൂടോട്ടിലാണല്ലോ? ഏയ്, ഇല്ലടി, ഒന്നുമില്ല. അല്ല, അന്നെ കണ്ടിട്ട് എനിക്കെന്തോ അണ്ടി പോയ അണ്ണാനെ പോലെ ഇരിക്കണ പോലെ തോന്നി. ഞാൻ ചോദിച്ചേ. അവനക്കൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ആട്ടെ, പോരട്ടെ, കേക്കട്ടെ. പ്രശ്നമൊന്നുമില്ല, നീ ഒന്നും ഉണ്ടായിരുന്നേ. പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അവനക്ക് എന്നോടൊരു ക്രഷ്. എന്ത് ക്രഷോ?
എന്തേ കേക്കുന്നേ? അതെ, അവൻ എന്നോട് തുറന്നു പറഞ്ഞപ്പോ ഞാൻ ആ സ്പോട്ടിൽ തന്നെ റിജക്ട് ചെയ്തു. അതാ അവനിപ്പോ മൂഡ് ഓഫ് ആയിരിക്കുന്നേ. ഷോ അല്ലടി, നീ എന്തിനാ റിജക്ട് ചെയ്യാൻ പോയേ? എന്റെ ചെക്കൻ പൊളിയല്ലേ, പിന്നെന്താ നിനക്കൊന്ന് പ്രേമിച്ചാ? ഒന്ന് പോടി, എനിക്ക് അതല്ലേ പണി. നീ ഒന്ന് മൂളി കൊടുക്കടി, അവൻ നിന്നെ പൊന്നുപോലെ നോക്കുന്നേ. ഒന്ന് പോടി, നിനക്ക് വേണമെങ്കിൽ നീ മൂളിക്കോ. ഹോ ഒന്ന് നിർത്തോ, എനിക്ക് കുറച്ച് സ്വൈര്യം തരും രണ്ടാളും. അത് പോട്ടന്റെ അപ്പൂസേ, ഇത് കാര്യാക്കണ്ടാന്ന്. ഞാനത് കാര്യാക്കിയിട്ടൊന്നുമില്ല, നിങ്ങളെല്ലാരും പാടെ കാര്യാക്കായിരുന്നാ മതി. ഓഹോ, അപ്പൊ ഞങ്ങൾക്കാണോ വിഷമം, നിനക്കല്ലേ? ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു വിഷമമില്ലാന്ന്. ഞാൻ എന്താ ഹാപ്പിയാണ് താ, നോക്കേ. ഹാ ആട്ടെ, അങ്ങനെ വൈക്കുവാ. ആട്ടെ, ഒരു കാര്യം നിങ്ങളോട് ചോദിക്കുന്ന കരുതിയതാ. ആ എലീന ഈ വയ്യെങ്ങാനും വന്നോ? ഏയ് വന്നിട്ടില്ല, ക്ലാസ് കയറിയിട്ടില്ല. ഇവിടെ എവിടെയോ കറങ്ങി നടപ്പുണ്ടെന്ന് കേട്ടു. ഓഹോ, ഞങ്ങൾക്കിട്ടന്ന് പണി പണിത് പോയതല്ലേ. അവൾക്ക് ഏതായാലും ഒരു പണി തിരിച്ചു കൊടുക്കാൻ കരുതിയിട്ടുണ്ട്. അവസരം വരട്ടെ, സമയമാവുമ്പോ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാം. ഹാ അത് പിന്നല്ല, ഫുൾ സപ്പോർട്ടിങ് ഞങ്ങളോട് കൂടെ. പിന്നെ നമ്മുടെ കൂടെ എന്തിനു നേരിടെ ഈ ചാൻസ് ഉണ്ടപ്പോ പുറത്തുനിന്ന് ആളെ വിൽക്കേണ്ട ആവശ്യം ഉണ്ടടി? ആരാ പിന്നെ പുറത്തുനിന്ന് ആളെ വിൽക്കുന്നത്? നമ്മൾ തന്നെ നേരിടും എന്ത് വന്നാലും. ഓ നീ സ്കൂൾ തുറന്നതല്ലേ, അവൾക്ക് കുറച്ച് പൊങ്ങച്ച കഥ പറയാനുണ്ടാകും. ബാഗ് വാങ്ങിയതും ഷൂസ് വാങ്ങിയതും യൂണിഫോം വാങ്ങിയതൊക്കെ വില കൂടിയതല്ലേ അവൾക്ക് പറ്റുള്ളൂ. അവളത് മാത്രം നല്ല വിലയതും നമ്മളത് ഫുള്ള് ലോക്കൽ സാധനം അവളുടെ വിചാരം. അതന്നെയാണ് അവൾക്കുള്ള മെയിൻ പ്രോബ്ലം. അഹങ്കാരത്തിന് കൈയും കാലും വെച്ചെന്ന് കേട്ടിട്ടില്ലേ? അതന്നെ ആ രൂപം. അതെങ്ങനെ ശരിയാവനാ? പറഞ്ഞു കൊടുക്കുന്ന അമ്മയും കണക്കാ. എന്തുവാടി, ക്ലാസ് ഒന്ന് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അപ്പൊ തുടങ്ങിയോ? എവിടെയാണ് നിന്റെ ചങ്ക് നിന്ന് വന്നിട്ടില്ലേ? എന്റെ ചങ്കൊക്കെ എത്തേണ്ട സമയത്ത് അങ്ങനെയാണോ? അല്ല ചിന്നു, നീ ഫ്രണ്ട് ബെഞ്ചിലാണല്ലോ ഇരുന്നിരിക്കുന്നേ. നീ ഇവിടുന്ന് മാറിയേ, ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇരിക്കുന്നേ. അല്ല, നിങ്ങൾ രണ്ടാളും പേര് ഇവിടെ അച്ചടിച്ച് വെച്ചിട്ടുണ്ടോ? ഞാൻ ഈ സീറ്റിൽ നിന്ന് മാറുന്ന പ്രശ്നമില്ല. അതെ, ഇവരുടെ പേര് ഇവിടെ വെണ്ടക്കക്ഷരത്തിലൊന്നും എഴുതി കാണുന്നില്ല, അതുകൊണ്ട് ഈ സീറ്റ് നമുക്ക് എടുക്കാം. മോളെ, പഴയ ക്ലാസ്സിൽ ഇരുന്ന പോലെ ഈ ക്ലാസ്സിലും ഫ്രണ്ട് ബെഞ്ചിൽ തന്നെ ഇരിക്കാന്നുള്ള എന്റെ അതിമോഹം ഉണ്ടല്ലോ, അത് രണ്ടാളും മാറ്റി വെച്ചളാ. നിങ്ങൾക്ക് രണ്ടാൾക്കും മാത്രമല്ല ഈ ഫ്രണ്ട് ബെഞ്ച്, ഞങ്ങൾക്കും ഇരിക്കാം. അതെ അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കടി. അടി ഞാൻ വിളിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ എലിയോ? അതെടി എലി. അതെ, അവൾക്ക് എലിയുടെ കുറച്ച് സ്വഭാവമുണ്ട്, അതുകൊണ്ട് തന്നെ അവൾ എലിന്ന് വിളിച്ചത്. ആ ഫ്രണ്ടില്ലേ എലീന, അവളെ തന്നെയാ എലിന്ന് വിളിച്ചേ. ഓഹോ, നിങ്ങൾക്കുള്ള മറുപടി ഞാൻ വേഗം തരുന്നുണ്ട്. നീ പോയി ആ എലീനെയും കൂട്ടി വാ, ബാക്കി നമുക്ക് പിന്നെ നോക്കാം. ആടി ഞാൻ കാണിച്ചു തരാടാ. നിങ്ങൾക്കൊക്കെ ഞാൻ കണക്കിന് തരുന്നുണ്ട്, നിങ്ങൾ കരുതി വെച്ചോ.